ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പഴയ ഒരു തറവാട്ടിലേക്കാണ് നമ്മുടെ ഈ ഒരു യാത്ര. ശരിക്കും വാഹനത്തിലൊന്നും വരാൻ കഴിയത്തില്ല. ഒരുപാട് ദൂരം ചെറിയ വഴിയിലൂടെ നടന്നു മാത്രമേ ഈ തറവാടിലേക്ക് എത്താൻ പറ്റൂ. തറവാട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നാലുകെട്ട് മാതിരിയുള്ള വീടാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ മിക്ക ഭാഗങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. പൊളിഞ്ഞ് ആരും ശ്രദ്ധിക്കാനില്ലാതെ അതങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തറവാട് വീടാണ്. നമ്മൾ ഇപ്പോൾ അതിൻ്റെ ആ വീട്ടിലേക്കുള്ള കൽപ്പടവുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന വീതി നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ ഇല്ല. ഇവിടെ മാത്രമാണ് അല്പം വീതിയുള്ളത്. ബാക്കി നമുക്ക് നടന്നു വരാൻ മാത്രമേ ഇങ്ങോട്ടേക്ക് പറ്റുള്ളൂ. ഈ തറവാടിലേക്ക് ആ വീട്ടിലേക്ക് കയറുന്ന കൽപ്പടവുകളാണ്. ശരിക്കും പഴയ പണ്ട് കാലത്തുള്ള കല്ലുകളാണ്. ഈ കാണുന്ന പാറ അല്ലെങ്കിൽ കരിങ്കല്ല്, ഇത് ഒറ്റ കല്ല് ആണ്. ഓരോ കല്ല് വീതം വെട്ടി അതിനിങ്ങനെ അടുക്കി പടികളായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ഒരുപാട് പക്ഷികളുടെ അതുപോലെ മയിലിൻ്റെയൊക്കെ ശബ്ദം നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കാൻ സാധിക്കുന്നുണ്ടാകും. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു വീട്. ശരിക്കും ചുറ്റുപാടെല്ലാം അത് നിങ്ങൾ കാണുക, എന്ത് മനോഹരമായിരിക്കും നോക്കുക. വൃക്ഷങ്ങളും കാട്, ഒരു ചെറിയ കാട് തന്നെയാണ്. വളരെ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഇന്നലെ രാത്രിയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. രാത്രി ഏകദേശം 10 മണി 10:30 ശേഷമാണ് ഒരു ഒറ്റയടി പാതയിലൂടെ, ഈ നിങ്ങളിപ്പോൾ കണ്ട വഴിയല്ല, മറ്റൊരു വഴിയിലൂടെയാണ്, ഒരാൾക്ക് മാത്രം നടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയിലൂടെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. ഞങ്ങൾ പാലക്കാട് ഒരു ആവശ്യമായി വന്നതാണ്. പാലക്കാട് ഇത് ചെർപ്പളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എൻ്റെ മകളുടെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അങ്ങനെയാണ് ഈ വീട്ടിൽ രാത്രിയിൽ വന്ന് തങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്. വളരെ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 3 തട്ടുകളുള്ള വീടുകളാണ്. ഏകദേശം 7 റൂമോളം ഇതിനകത്തുണ്ട്. അതിൽ പ്രത്യേകിച്ച് മണിയറ എന്ന് പറയുന്നൊരു റൂമുണ്ട്. വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ വിവാഹ പുതുമ മാറുന്നത് വരെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് മണിയറ. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മുറിയുണ്ട്. അത്രയും വളരെ നല്ല രീതിയിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡോറുകളുടെ അകത്തുനിന്നുള്ള പൂട്ട്, അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പണ്ട് ഉള്ളവരുടെ ആ ഒരു നിർമ്മാണത്തിലെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണത്. എങ്ങനെയാണ് ഇവിടെ ഇത്രയും ഉള്ളിൽ ഒരു വീട് ഇങ്ങനെ വന്ന് ഇത്രയും ഇതായിട്ട് ഇത്രയും തടികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീട് വെച്ചു എന്നുള്ളൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ. കാരണം അത്രയധികം ദൂരെ, നമുക്ക് റോഡിൽ നിന്നും അത്രയധികം ദൂരെ സഞ്ചരിച്ചാൽ നടന്നു വന്നാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ഈ തറവാടിലെ കുളമാണ്. പക്ഷേ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ അടുത്ത കാലം വരെ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കല്ലുകൾ. കണ്ടല്ലോ, നമ്മൾ തുണി നനയ്ക്കുന്നതിനും നമുക്ക് കുളിക്കുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ ആവശ്യമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൂരമൊക്കെ നമുക്ക് കാണുന്ന വയലുകളാണ്. പാലക്കാട് അത്യാവശ്യം നെൽകൃഷിയും വയലുമൊക്കെ ഉള്ള ഒരു ജില്ലയാണല്ലോ. കുളത്തിൽ നിന്നും ഈ കുളം നമുക്ക് കുളവും കൽപ്പടവുകളുമെല്ലാം ആ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ, രണ്ടാമത്തെ തട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെറിയ ഒരു കിളിവാതിലുണ്ട്. ആ വഴി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും വീടിൻ്റെ മുൻവശത്ത്.